അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഓഫ് സുറുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ വലിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു പർച്ചേസിങ് നടത്തുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം ഇത് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ട് 3-4 ദിവസമൊക്കെ ആയി. പക്ഷേ എല്ലാം കൂടി വന്നിട്ടൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലൊരു പർച്ചേസിങ് നമ്മൾ ഇനി നടത്തുമെന്ന് അറിയില്ലല്ലോ. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് നമ്മൾ എല്ലാം എടുത്തു വെച്ചു ഒന്നിച്ചൊരു അൺബോക്സിങ് നടത്താമെന്ന് വിചാരിച്ച്. പലതും ഒന്ന് തുറന്നു നോക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായി, എന്നാലും ഞാൻ കൺട്രോൾ ചെയ്ത് സൂക്ഷിച്ചു വെച്ച സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമുക്കിത് തുറന്ന് കാണാനായിട്ട്. ഇതൊന്നും നമുക്കൊരു വലിയ ഓഫറിന് കിട്ടിയ സാധനങ്ങളൊന്നുമല്ല. ജസ്റ്റ് കാർഡ് ഓഫർ മാത്രമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് മാത്രമാണ് വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത ഒരു പർച്ചേസിങ് ആണിത്. പിന്നെ ഇത്രയും വലിയൊരു പർച്ചേസിങ് ലൈഫിൽ ആദ്യമായിട്ടുമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് കൂടുതലും വിചാരിച്ചത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. എന്താ പറയുക, അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്താലോ? ചെറുതിന്ന് തുടങ്ങണോ വലുതിന്ന് തുടങ്ങണോ? എനിക്കൊരു കൺഫ്യൂഷനാണ്. എന്നാലും ഇതിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഞാൻ ഏറ്റവും ആഗ്രഹിച്ചതായിട്ടുള്ള ഒരു സാധനം ഇതാണ്. നിങ്ങൾ ഈ ബോക്സ് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. എന്നാലും നമുക്കിത് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളിൽ നിന്നും വലിയ വലിയ സാധനങ്ങളിലേക്ക് അൺബോക്സ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. നമുക്കിത് ഓരോന്നായിട്ട് താഴേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെറുതിയും തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം കുറേ എന്തായാലും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അയ്യോ, ഇതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കും. സോ ഇത് നമുക്ക് പിന്നെ കാണാം. നെക്സ്റ്റ് അപ്പോൾ ആദ്യത്തെ സാധനം ഇതാണ്. ട്രാൻസെൻഡിൻ്റെ ഒരു കാർഡ് റീഡറാണ്. നമുക്ക് എല്ലാ കാർഡുകളിൽ നിന്നും നമ്മുടെ ലാപ്പിലേക്ക് ഡാറ്റാസൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറകിൽ തന്നെ ഇതിൻ്റെ ഒരു ഡാറ്റ കേബിളും ഉണ്ട്. ഞാനിത് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല, കാരണം ഇത് ഓപ്പൺ ആക്കി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഇതിൻ്റെ ഒരു ഡാറ്റ കേബിളും ആ കാർഡ് റീഡറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്താണോ എന്തോ. ഓ, ഇതെൻ്റെ കേട്ടോ. ഇത് വലിയ കാര്യമുള്ള സാധനമല്ല. ഞാൻ ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഓർഡർ ചെയ്തതാണ്. അത് ഇതിൻ്റെ കൂടെ ആയിപ്പോയി. അടുത്തത് വോവിൻ്റെ വൈറ്റമിൻ സി ഒരു ഫേസ് വാഷാണ്. ഇതിന് ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇത് ഇതിൻ്റെ കൂടെ വന്നു പോയതാട്ടോ. ഓക്കെ, അടുത്ത കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് എന്താ, എനിക്കിതും ഓക്കെ. ഇനി 2 സാധനങ്ങൾ ഒന്നിച്ചാണ്. 3 ഉണ്ട്. ഇതിൽ തന്നെ 3 സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഒരു സോണിയുടെ ഒരു വയർലെസ് ഹെഡ്ഫോണാണ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സാധനം തന്നെയാണിത്. ഇത് അൺബോക്സ് ചെയ്യണ്ടല്ലോ. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ. എൻ്റെ വയേർഡ് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വയർലെസ് ഹെഡ്ഫോൺ ഒരെണ്ണം വാങ്ങിക്കണം എന്ന്. അങ്ങനെ വാങ്ങിച്ചൊരു സംഭവമാണ്. ഇതിൽ നിന്ന് ഇറങ്ങി വരാൻ എന്താ. ഓക്കെ, ഇതാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇത് ഓൾറെഡി ഒരു തവണ എൻ്റെ ഇക്കാക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
നല്ല ലൈറ്റ് വെയ്റ്റും പിന്നെ ഒരുപാട് സമയം ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സോണിയുടെ ഒരു ഹെഡ്ഫോൺ തന്നെ വാങ്ങി. ഇത് ചാർജ് ചെയ്യാനുള്ളൊരു ചെറിയ കേബിളും മീൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, നമ്മുടെ അടുത്ത സംഭവം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. എന്താണിത്? ഓക്കെ, ഇതൊരു USB അഡാപ്റ്ററാണ്. വലിയ സംഭവമൊന്നും അല്ല, ഞാൻ ജസ്റ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലാപ്ടോപ്പും മോണിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിളാണ്. ഇത് ഓപ്പൺ ആക്കി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താണിത്? ഇതെന്താണെന്ന് എനിക്ക് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതെ, അതൊരു ക്യാമറമാൻ്റെ സാധനമാണ്. കാരണം എന്തൊക്കെയോ അത് ഞാൻ എനിക്ക് ഓഫീസിൽ ഡയറി വാങ്ങിയതാണ്. അൺബോക്സ് ചെയ്ത് കാണിച്ചു. അടിപൊളി ഡയറി. ഓക്കെ, ഇതാൾക്ക് ഓഫീസിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡയറിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറമാൻ്റെ ഡയറി. ഓക്കെ, ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഇതാ ഫ്രണ്ട്, ശരിയാ. ഇതാട്ടോ ഡയറി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഇതുമായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അപ്പം തന്നെ ഇവിടെ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനിയുള്ള സംഭവങ്ങളാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ. നോ അല്ല, ഇത് കാണിക്കുന്നത് പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടി തന്നെ പൊട്ടിക്കാം. ഈ ഒരു സാധനം കാരണം കേട്ടോ നമ്മുടെ ഈ അൺബോക്സിങ് ഇത്ര ലേറ്റ് ആയത്. കാരണം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരെണ്ണം 15-ാം തീയതി വന്നു, ഒരെണ്ണം വന്നിട്ട് 3-4 ദിവസമായി. പക്ഷെ എനിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാനോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനോ പോലും പറ്റിയിട്ടില്ല. കഷ്ടം. ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇത്രയും ദിവസം. അതെ, നമുക്ക് അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ച് വാങ്ങിയിട്ട് കാണാൻ പറ്റാതെ വരുമ്പോൾ. എവിടെ ഫ്രീ എന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ. ഇവരല്ലേ ഫ്രീ തരുന്ന ആൾക്കാർ. ഈ ഒരു സാധനം എന്താ പറയുക, വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷനായിരുന്നു. കാരണം ഇത് പ്ലാനിലുണ്ടായിരുന്നു, എന്നാലും ഇത്രയും കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സാധനം. സോണിയുടെ ഒരു പ്രൈം ലെൻസാണ് 35mm. കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ ക്യാമറ നമ്മുടെ ക്യാനോൺ M50 ആയിരുന്നു. അത് പെട്ടെന്ന് മാറ്റി സോണിയിലേക്ക് വന്നപ്പം നമ്മുടെ ക്യാനോണിൻ്റെ പ്രൈം ലെൻസ് നമ്മൾ മിസ് ചെയ്ത് തുടങ്ങി. ഫോട്ടോസൊന്നും നന്നായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ലെൻസ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. കുറച്ച് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തൊക്കെ നോക്കിയിട്ട് ചെയ്യില്ലേ? ഓക്കെ, ഷുവറായിട്ടും ഇത് എന്തായാലും ചെയ്യും കേട്ടോ. കാരണം ആൾക്ക് ഭയങ്കര അതുകൊണ്ട് ഇത് പൊട്ടിക്കണമില്ല. പിന്നെ ഇത് പൊട്ടിച്ച് കാണേണ്ട വലിയൊരു ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം ഇനിയാണ് എൻ്റെ സ്വന്തം സാധനങ്ങൾ. അതാണ് ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മോനെ, ഇത് കാണാഞ്ഞിട്ട് മാത്രം എനിക്കൊരു ഉറക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് വാങ്ങണോ ഇത് വാങ്ങണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഫൈനലി എന്നാൽ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. വെളുപ്പിനെയാണ് ഒരു 3 മണി സമയത്തേക്ക് നമ്മളിത് ഓർഡർ ചെയ്യുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേനും കിട്ടുകയും ചെയ്തു. ഇത് അൺബോക്സ് ചെയ്യാതെ ഞാൻ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണേണ്ട കാര്യം തന്നെ. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും നാളും സൂക്ഷിച്ച് വെച്ചത്. OnePlus Note. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, അല്ലാതെ ഈ ക്യാമറ മെയിനുവിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ക്യൂട്ടാ, കുഞ്ഞിതാണല്ലോ. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ.
ഞാൻ ഒരു ആസിഫിൻ്റെ ഫോൺ OnePlus 7 അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ വലിപ്പമൊക്കെ കൊള്ളാം, ക്യൂട്ടാട്ടോ സംഭവം പൊളിയായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇടാം. അല്ലാതെ ഇപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ഒന്നും പറയാൻ അറിയില്ലല്ലോ. ഓക്കെ, ഇതിനകത്ത് വേറെ എന്തെല്ലാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഇവർ നമുക്ക് ഇതിനൊരു ബാക്ക് കവർ തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ കവറ്. പിന്നെ ഇതിൻ്റെ യൂസേഴ്സ് മാനുവൽ ഒന്നും കാണണ്ടല്ലോ. പിന്നെ റെഡ് കേബിൾ കുറച്ച് കാർഡുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയണോ? വേണ്ടല്ലോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ചാർജറും ഉണ്ട് കേട്ടോ. ആപ്പിളുകാരെ പോലെയല്ല, ഇവർ ചാർജറൊക്കെ തരും. ചാർജറുണ്ട്, അത്രയാണുള്ളത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ എന്താണ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഇത്ര പെട്ടെന്ന് വാങ്ങിച്ചതെന്ന്. ഈ ഫോൺ വാങ്ങിച്ച ഫോൺ വാങ്ങിച്ച കാരണത്താലാണ്. കാരണം ഇതിന് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വാങ്ങേണ്ട ആവശ്യം വന്നത്. അതെ, അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് പോവില്ലേ. ഇത് തന്നെയല്ലേ ഇതിൻ്റെ ഓൺ ബട്ടൺ. ഓക്കേ, ഓണായി വരും. ഓക്കെ, ഇത് ഓണായി വരുമ്പോഴത്തേനും ഞാൻ ആദ്യം തന്നെ എടുത്തിട്ട് മാറ്റി വെച്ചൊരു സംഭവമുണ്ട്. ഞാൻ ഈ ഫോണിൻ്റെ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താണ് 2 ബോക്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ കേട്ടോ, ഞാൻ തെറ്റിപ്പോയതാന്ന് തോന്നുന്നു. ഒരെണ്ണം ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് നോക്കട്ടെ, ഏതായാലും കിട്ടിയത് കിട്ടി. 2 കളറെങ്കിലും തന്നൂടെ മാൻ. പക്ഷെ ഇത് വീഡിയോ ഇത് പക്ഷെ 2 വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ റേറ്റും അത്ര കൂടുതലല്ലായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ഫോട്ടോയിൽ കണ്ട ആ ഒരു ലുക്ക് അത്രയും തോന്നുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മുടെ നോഡ് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോഡിൻ്റെ എന്താ പറയുക സെറ്റപ്പുകളൊന്നും ചെയ്യുന്നില്ല. കാരണം അതും കൂടി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ സർപ്രൈസ് ആൻഡ് എക്സൈറ്റഡ് സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു സാധനം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും ഇത് കുറച്ച് നേരത്തെ ഇതാണ് ഇതിൽ ആദ്യം വന്ന സാധനം. കാരണം ഞങ്ങളൊരു കഴിഞ്ഞ മാസം 15-ാം തീയതി ഓർഡർ ചെയ്താണ്. ഈ മാസം 23-നാണ് കിട്ടിയത്. ഇത് മാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒന്നും വാങ്ങിയ സാധനമല്ല. അപ്പം ഇത് കിട്ടാൻ കുറച്ച് ഇത് ഓർഡർ ചെയ്ത സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഒരു ടൈം എടുക്കും എന്ന്. ലോക്ക്ഡൗണിൻ്റെ ആ ഒരു സമയത്തോട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങളിത് വാങ്ങാനായിട്ട് എറണാകുളത്തൊക്കെ കുറേ നടന്നു. പക്ഷേ ആഫ്റ്റർ ലോക്ക്ഡൗൺ കേട്ടോ, കുറേ നടന്നു. പക്ഷേ എങ്ങുമില്ല. അതുപോലെ തന്നെ പരമാവധി എല്ലാ ഷോപ്പുകളിലും വിളിച്ച് ചോദിച്ചു, എവിടെയും ഇത് ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെയാണ് ഇപ്പോഴാണ് ഇത് ഓൺലൈൻ അവൈലബിൾ ആയത്. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടോ. കാരണം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളിത് എന്താ പറയുക, എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ ഒരു ചാൻസ് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പം നമുക്കിത് അതെ, ഇത് ഞങ്ങൾ അതിൻ്റെതായ അത് ഞങ്ങൾ തിരിച്ച് വീണ്ടും പൊതിഞ്ഞ് വെച്ചതാണ്. ഇത് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് ആസിഫ് വെച്ചത്. അപ്പം നമുക്കിത് അതിൻ്റെതായ ചില പ്രശ്നങ്ങളാണ്. ജസ്റ്റ് ഞങ്ങൾ ആ സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നോക്കട്ടെ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടണ്ടേ. ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ നോക്കൂ. വീണ്ടും ഇങ്ങനെ തന്നെ പാക്ക് ചെയ്തതിൽ എന്താണ് ആ സംഭവം? ഫോക്കസ് ആക്കുന്നുണ്ട്, കാണാൻ പറ്റില്ല.
ഓക്കേ മോനെ, ഇതാണ് നമ്മുടെ ഇതിൽ ഏറ്റവും എക്സ്പെൻസീവും നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരു സാധനം. മാക്ബുക്ക് പ്രോ 13 ഇഞ്ച്. കുറേ നാളായിട്ട് ഈ ഒരു സാധനം ഓൺലൈൻ ഷോപ്പിൽ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ ആപ്പിൾ തന്നെ apple.in ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മളിത് വാങ്ങിച്ചത്. തുറക്കാം. ഞാൻ കണ്ടതാട്ടോ, കണ്ടതും ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കി. ആപ്പിളിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചൊന്നും പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചാർജറൊന്നും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി ആസിഫിൻ്റെ ചാർജറിലാണ് നമ്മൾ ചാർജ് ചെയ്തത്. മോനെ, ഇതാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ. മാറ്റിക്കട്ടെ. ഇതിൻ്റെ കൂടെ ഒരു യൂസേഴ്സ് മാനുവൽ ഉണ്ട്, ഇതിൻ്റെ ഒരു ചാർജർ, ഇത്രയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇതിന് മുമ്പ് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ച സാധനങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ട്, കാരണം ഇതിൽ കാർഡ് റീഡർ ഇല്ല, HDMI പോർട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ അതൊക്കെ വാങ്ങേണ്ടി വന്നത്. ആ ഫോണിനെയും ലാപ്പിനെയും ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള പർച്ചേസിങ് ഒക്കെ വന്നിരിക്കുന്നത്. ഓപ്പൺ ആക്കി നോക്കാം. മാക്ബുക്ക് ഓക്കെ, ഞങ്ങൾ ഓൺ ആക്കിയതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ എന്താ പറയുക, എങ്ങനെയുണ്ട് എന്നൊക്കെ അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിരുന്നു. ഇത് മാക്ബുക്ക് പ്രോ 13 ഇഞ്ച് 2020 വേർഷനാണ്. പിന്നെന്താ, ഓക്കെ, ഒന്നാമത്തെ കാര്യം എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തും ക്യാരി ചെയ്യാൻ എളുപ്പമുണ്ട്. ഇത് 13 ഇഞ്ചേ ഉള്ളൂ, ചെറുതാണ്, വെയിറ്റ് കുറവാണ്, നമുക്ക് ക്യാരി ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ഒരു ലാപ്ടോപ്പ്. ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഏത് ലാപ്പ് എടുക്കണം എന്ന് കുറേ റിസർച്ചൊക്കെ നടത്തി. അപ്പം കുറേ പേര് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് മാക്ക് വാങ്ങിക്കുന്നത്, ഡെല്ലിൻ്റെയൊക്കെ കുറച്ചുകൂടി അഫോർഡബിൾ റേഞ്ചിലുള്ള ലാപ്ടോപ്പുകൾ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ആസിഫ് ഓൾറെഡി ഓഫീസിൽ യൂസ് ചെയ്യുന്നത് മാക്ക് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് വിൻഡോസിലേക്ക് വരുമ്പം ആ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഞങ്ങളുടെ എഡിറ്റിങ്ങിനും ബാക്കി നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്പാണ്. അതുകൊണ്ടാണ് മെയിനായിട്ടും മാക്കിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ എന്താണ്, ആസിഫിന് കളർ ആക്യുറസിയോ അങ്ങനെ എന്തൊക്കെയോ ഇതിനുണ്ടെന്നാണ് ആസിഫ് പറയുന്നത്. ഇത് ഞാൻ ആകെ 2 ദിവസമായിട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു റിവ്യൂ പറയാൻ എനിക്ക് ഇതിൻ്റെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറയാൻ മറന്നുപോയി. ഇതിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്തിരുന്ന ലാപ്പ് HP-യുടെ പവലിയൻ ടച്ച് സ്ക്രീൻ ലാപ്പായിരുന്നു. ഏകദേശം ഒരു 6.5 വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിൽ അത് തന്നെയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ വാങ്ങിച്ച് തന്നതാണെന്ന് കൂടി മെൻഷൻ ചെയ്യുന്നു ഞാൻ. ഓക്കെ, അത് കുഴപ്പമൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഒരു 5 വർഷം ഒക്കെ ആയപ്പോഴാണ് ചെറിയ ഡിസ്പ്ലേയിലൊരു കംപ്ലൈൻറ്റും കീബോർഡ് മൗസ് അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ്, അതുമല്ല ഇപ്പോൾ ഈ എഡിറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ലാപ്പിലേക്ക് മാറാൻ കാരണം. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, അത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂവും കൂടെ ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.